റീഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജോഗ്രഫിയുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദ സാൻഡി എക്സ്പാൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ്. അപ്പോൾ എക്സാമിന് മുമ്പേ നമ്മൾ ഒന്ന് ഓടിച്ച് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഈ ഫോമിൽ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെയുണ്ട്. അതിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഫയൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ചാപ്റ്ററിൻ്റെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ടും കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അത് പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചും ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, പനിയാണ്. എന്നാലും പരീക്ഷയൊക്കെ വരുന്നത് കാരണം നമ്മൾ ക്ലാസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് 7ാമത്തെ ചാപ്റ്റർ ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. അതിൽ നമ്മൾ പഠിക്കുന്ന 1ാമത്തെ പോയിൻ്റ് എന്താണ് ഒരു ഡെസേർട്ട് എന്നാണ്. ജനറലായിട്ടും മഴ കുറച്ച് ലഭിക്കുന്ന സ്ഥലം, അതായത് മഴ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിന് താഴെ ലഭിക്കുന്ന സ്ഥലങ്ങളിലെയാണ് നമ്മൾ നോർമലി ഡെസേർട്ട് എന്ന് വിളിക്കുന്നത്. ഡെസേർട്ട് ഒരു ലാറ്റിൻ ഭാഷയായ ഡെസേർട്ടം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അബൻഡൻറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, ഡെസേർട്ടിൽ മഴ കുറവാണ്, വെള്ളം കുറവാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡെസേർട്ടിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ 2 തരം ഡെസേർട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കോൾഡ് ഡെസേർട്ടും മറ്റൊന്ന് ഹോട്ട് ഡെസേർട്ടും. അപ്പോൾ കോൾഡ് ഡെസേർട്ട് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്, അവിടെ എന്തായിരിക്കും, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും, എക്സ്ട്രീം തണുപ്പായിരിക്കും. നോർമലി നമ്മുടെ ഒരു 30 ഡിഗ്രിക്ക് മുകളിലോട്ടൊക്കെ വരുന്ന ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഭൂമി നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നടുക്ക് വരുന്നത് 0 ഡിഗ്രി ഇക്വേറ്റർ എന്നറിയാമല്ലോ. അതിന് മുകളിലോട്ട് 1, 2, 3 എന്ന് ലാറ്റിറ്റ്യൂഡുകളുണ്ട്, താഴോട്ടും അതുപോലെയുണ്ട്. അങ്ങനെ ഒരു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൊക്കെ ശേഷം കാണുന്ന പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഡെസേർട്ടുകളാണ് കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല മൗണ്ടൻസിൻ്റെ മുകളിൽ കാണുന്ന ഡെസേർട്ട് ഏരിയകളും എന്താണ്, മൗണ്ടൻ എന്ന് വെച്ചാൽ നമ്മൾ മലയുടെ മുകളിലുണ്ടെന്നല്ല മീനിങ്, കുറച്ച് ഉയരത്തിൽ കാണുന്നത് എന്നൊരു മീനിങ്ങിലാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, അതാണ് കോൾഡ് ഡെസേർട്ട്. ഇനി എന്താണ് ഹോട്ട് ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത്, ഹോട്ട് ഡെസേർട്ട് കാണപ്പെടുന്നത്. ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഇന്ത്യയിലെ ഡെസേർട്ടിലോട്ട് വരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഡെസേർട്ടിൻ്റെ പേര് ഥാർ ഡെസേർട്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മളതിനെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും വിളിക്കും. എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്, ഥാർ ഡെസേർട്ട് കാണപ്പെടുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ടെങ്കിൽ അതിൽ 1,75,000 കാണുന്നത് ഇന്ത്യയിലാണ്. അതിലും ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ 3/4 ഭാഗവും രാജസ്ഥാനിലാണ്, കുറച്ച് ഭാഗം ഗുജറാത്തിലും ഹരിയാനയിലും പഞ്ചാബിലും, പിന്നെ ബാക്കി ഭാഗം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഥാർ ഡെസേർട്ടിൻ്റെ ബോർഡറുകളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, നോർത്ത് ഭാഗത്ത് കാണുന്നത് സത്ലജും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ്. ഇടതുവശത്ത് വെസ്റ്റ് ഭാഗത്ത് കാണുന്നത് ഇൻഡസ് നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. സൗത്തിൽ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് എന്ന് പറയുന്ന ഭാഗമാണ്. വലതുവശത്താണെങ്കിൽ ആരവല്ലി മൗണ്ടൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഥാർ ഡെസേർട്ടിൻ്റെ ബൗണ്ടറികൾ എന്ന് പറയുന്നത്. വെസ്റ്റിൽ ഇൻഡസ്, നോർത്തിൽ സത്ലജ്, സൗത്തിൽ റാൺ ഓഫ് കച്ച്, ഈസ്റ്റിൽ ആരവല്ലി പർവ്വത നിരകൾ. ഇനി ഇവിടെ വരുന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗം മാത്രം ഡെസേർട്ടായിട്ട് മാറിയതെന്നാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മാത്രം ഡെസേർട്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, ഇവിടുത്തെ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്ന പർവ്വത നിരകൾ, ആരവല്ലി മൗണ്ടൻസിൻ്റെ പ്രസൻസ് ആണ് കൂടുതലായിട്ടും ഇവിടെ ഒരു ഡെസേർട്ടായിട്ട് മാറാനുള്ള കാരണം നമുക്ക് കിട്ടുന്ന 2 മൺസൂൺ മഴകൾ, സൗത്ത് വെസ്റ്റ് മൺസൂൺ മഴയും നോർത്ത് ഈസ്റ്റ് മൺസൂൺ മഴയും. ആ മഴ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരുന്നത് കാറ്റാണല്ലോ. ആ കാറ്റ് 2 ബ്രാഞ്ചുണ്ട്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും പിന്നെ ഇപ്പോൾ വരച്ച ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഈ പറയുന്ന അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് രണ്ടിനെയും തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി മൗണ്ടനാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് മഴ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം എന്തായിട്ട് മാറിയത്, ഡെസേർട്ടായിട്ട് മാറിയത്. ഇനി ഡെസേർട്ടിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടെ കാണുന്ന ഭാഗം നമ്മളതിനെ മരുസ്ഥാലി എന്ന് വിളിക്കും. പിന്നെ ഇവിടെ കാണുന്ന ഭാഗം അതിൻ്റെ പേരാണ് രാജസ്ഥാൻ ബാഗർ. അതിലാദ്യം വരുന്നതാണ് എന്താ, മരുസ്ഥാലി റീജിയൻ. എന്താണ് മരുസ്ഥാലി റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാൻഡി, നമ്മുടെ ആക്ച്വൽ ഡെസേർട്ട് മണലാരണ്യമായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത്, മരുസ്ഥാലി റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് പാറകൾ കാണപ്പെടാറുണ്ട്. ജെനിസിസ്, ഷിറ്റ്സ്,
ഗ്രാനൈറ്റ് പോലെയുള്ള പാറകളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ പാറകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പെൻസുലാർ പ്ലേറ്റുവിൻ്റെ ഒരു നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷൻ തന്നെയാണ് എന്ത് ഡെസേർട്ട് എന്ന് പറയുന്നത്. അവിടെ മഴ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഭാഗത്ത് എന്താണ് സാൻഡ് ഡ്യൂൺസ് കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ദ്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് രാജസ്ഥാൻ ബാഗറാണ്, അതായത് വലതുവശത്തെ ഭാഗം, ആരവല്ലി മൗണ്ടന് അടുത്തായിട്ട് കിടക്കുന്ന ഭാഗം. ഓക്കെ, അപ് ടു ആരവല്ലി റേഞ്ചസ്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഥാർ ഡെസേർട്ട് അപ് ടു ആരവല്ലി റേഞ്ചസ്. ഇതൊരു സെമി ഏറിഡ് പ്ലെയിൻ ആണ്, എന്ന് വെച്ചാൽ പൂർണ്ണമായും ഡെസേർട്ടല്ല, എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട് നദികളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലം കൂടെയാണ്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് ലൂണിയാണ്. നദി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അഗ്രികൾച്ചർ പോസിബിൾ ആണ്. ഇനി ഇതിൻ്റെ നോർത്തേൺ ഭാഗം, ലൂണി നദിക്ക് നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത് സാൻഡി പ്ലെയിനാണ്. അതിനെയാണ് താലി എന്ന് വിളിക്കുന്നത്, താലി. ഓക്കെ, ഇനി ഈ ഭാഗത്ത് കാണപ്പെടുന്ന മറ്റൊന്നാണ് ഉപ്പ് തടാകങ്ങൾ, സോൾട്ട് ലേക്ക്. ഒരു രണ്ടെണ്ണത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, സാമ്പാർ ലേക്ക്, ദിദ്വാന, സർഗോള്, കാട്ടു എന്നൊക്കെ പറയുന്ന ഇവിടെ കാണുന്ന സോൾട്ട് ലേക്കാണ്. അതായത് ഇവിടുത്തെ വെള്ളത്തിൽ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ട്. ഇനി ഡെസേർട്ടിൽ കാണുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്, ഒന്ന് ഡീഫ്ലേഷനും ഒന്ന് അബ്രഷനും. എന്താണ് ഡീഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ശക്തമായിട്ട് അടിക്കുമ്പോൾ കാറ്റ് എന്ത് ചെയ്യുന്നു, മണലിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു ഇറോഷൻ പ്രോസസ്സാണ്. അതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ മണൽ ഒരിടത്തു നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നു. ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറയുന്ന മണൽത്തരികൾ പാറകളിലൊക്കെ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു, ഉരയുന്നു. അത് കാരണം പാറകൾ ഉരഞ്ഞു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് പ്രോസസ്സും കാരണം നമ്മുടെ ഡെസേർട്ടിൽ പലതരത്തിലുള്ള ലാൻഡ് ഫോമുകൾ ഫോം ചെയ്യാറുണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട ലാൻഡ് ഫോമുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഡീഫ്ലേഷൻ ഹോളോസ്, മറ്റൊന്ന് കേവ്സ്, മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്. എന്താണ് ഡീഫ്ലേഷൻ ഹോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തുള്ള മണ്ണിനെ സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവിടെ ചെറിയ ആഴം കുറഞ്ഞ ഡിപ്രഷൻസ്, കുഴികൾ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ ഹോളോ എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ നോക്കി വയ്ക്കണം. പിക്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോട്ട് വലുതാവേണ്ടെന്ന് വെച്ച് ഞാൻ ആ പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി വരുന്നത് കേവ്സ് ആണ്. കേവ്സ് എന്താണ്, പാറകളുടെ ഭാഗത്ത് ഡീഫ്ലേഷൻ നടക്കുന്നത് കാരണമാണ് ഉണ്ടാകുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദ കണ്ടിന്യൂസ് ഡീഫ്ലേഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പിന്നെ വരുന്നതാണ് മഷ്റൂം റോക്സ്. മഷ്റൂം റോക്കിൻ്റെ ഷേപ്പ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഓർമ്മയുണ്ടല്ലോ. എന്താ കാരണം, അവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കാറ്റ് പാറത്തരികൾ അല്ലെങ്കിൽ റോക്കിൻ്റെ പീസുകളെ ഒരു ചെറിയ ഉയരം വരെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കാറ്റിന് ശക്തിയുള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം നടക്കും എന്ത്, ഈ പറയുന്ന അബ്രഷൻ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന പാറയുടെ താഴത്തെ കുറച്ച് ഭാഗത്ത് മാത്രം നടക്കുമ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ ഒരു ക്യാപ്പും താഴെ ഒരു ബേസുമായിട്ട് ഒരു കൂൺ അല്ലെങ്കിൽ ഒരു മഷ്റൂമിൻ്റെ ഷേപ്പിൽ പാറകൾ രൂപമാറ്റം സംഭവിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, മഷ്റൂം റോക്ക് എന്ന് വിളിക്കുന്നത്. മഷ്റൂം റോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സാൻഡ് ഡ്യൂൺസ്. അത് വളരെ സിമ്പിളാണ്. കാറ്റ് മണൽത്തരികളെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം അവിടെ എന്ത് ചെയ്യുന്നു, മണൽത്തരികൾ പൈലപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ കൂടിക്കിടക്കുക. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്ത്, സാൻഡ് ഡ്യൂൺസ്. പല ഷേപ്പിലുണ്ട്. ചന്ദ്രക്കലയുടെ ഷേപ്പിലുള്ള ബർച്ചൻസ് ഉണ്ട്, പാരബോളിക് ഡ്യൂൺസ് ഉണ്ട്, സേഫ് ഡ്യൂൺസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ ഡ്യൂൺസ് ഉണ്ട്, ലീനിയർ ഡ്യൂൺസ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡ്യൂൺസും ഉണ്ട്. ഇവ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ മറ്റേ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ റിവിഷൻ നമ്മൾ അത്രയും ഡീറ്റെയിൽ പഠിക്കേണ്ട, പേരും പിക്ചറും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മുടെ രാജസ്ഥാൻ ഭാഗത്ത് കാണപ്പെടുന്ന നല്ല ഫെർട്ടൈലായിട്ടുള്ള ചെടികൾ വളരുന്ന വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഒയാസിസ് എന്ന് വിളിക്കുന്നത്. ഫെർട്ടൈൽ പാച്ച് ഓഫ് ലാൻഡ് ഇൻ ദ ഡെസേർട്ട് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ്. ഫ്രഷ് വാട്ടർ ഉള്ളത് കാരണം നമ്മുടെ ഈ പറയുന്ന ഡെസേർട്ട് ഭാഗത്ത് കാണപ്പെടുന്നതാണ് എന്ത്, ഒയാസിസ് എന്ന് പറയുന്നത്. അത്രയും അറിഞ്ഞിരിക്കുക. കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ 4 കാലാവസ്ഥയാണുള്ളത്. സമ്മർ സീസണുണ്ട്, റെയിനി സീസണുണ്ട്, റിട്രീറ്റിംഗ് മൺസൂണുണ്ട്, വിൻ്റർ സീസണും ഉണ്ട്. ഇപ്പോൾ നോക്കാം, സമ്മർ സീസൺ എന്ന് പറയുന്നത് മാർച്ച് മാസം തൊട്ട് ജൂൺ മാസം വരെയാണ് രാജസ്ഥാനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഡേ ടൈമിൽ നല്ല രീതിയിൽ കൂടും. ബിക്കാനീർ, ജയ്സൽമീർ പോലെയുള്ള സ്ഥലങ്ങളിൽ 45 ഡിഗ്രിയോളം എന്ത് ചെയ്യാറുണ്ട്, ടെമ്പറേച്ചർ കൂടും. ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി സമ്മർ സമയത്ത് ഇവിടെ കാണുന്നൊരു പ്രത്യേക കാറ്റുണ്ട്, അതിൻ്റെ പേര് ലൂ എന്നാണ്. ഈ കാറ്റ്, അപ്പോൾ ലൂ കാറ്റ് ഏത് സീസണിലെന്ന് ചോദിച്ചാൽ സമ്മർ സീസണിലാണ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാറ്റാണ്. പക്ഷേ ഈ കാറ്റ് വീശി കഴിയുമ്പോൾ ചെറിയ മഴയും കിട്ടാറുണ്ട്. ഇനി മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കേരളത്തിൽ ജൂൺ മാസം തൊട്ട് കിട്ടി തുടങ്ങും. പക്ഷേ രാജസ്ഥാനിൽ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ് മഴക്കാലം എന്ന് പറയുന്നത്.
മഴക്കാലത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഡെസേർട്ടിൻ്റെ ഭാഗത്ത് 25 സെൻറ്റിമീറ്ററും ആരവല്ലി മൗണ്ടൻ്റെ ഭാഗത്ത് ഏതാണ്ട് 76.2 സെൻറ്റിമീറ്റർ വരെ കിട്ടും. സോ നമുക്ക് എന്ത് പറയാം, ജനറലി ലോ റെയിൻഫോൾ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞ് അടുത്ത് വരുന്നത് റിട്രീറ്റിംഗ് മൺസൂണാണ്, ഒക്ടോബർ നവംബർ. ഈ സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒരു മഴ എന്ത് ചെയ്യാറില്ല, കിട്ടാറ് ഇല്ല. ഓക്കെ, ആകാശം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കിടക്കും, പ്രത്യേകിച്ച് മഴയൊന്നും ഇവിടെ കിട്ടുന്ന സമയമല്ല ഇത്. ഇനി വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ അറിയാലോ, ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള ആകാശമാണ്, ഹ്യൂമിഡിറ്റി കുറവാണ്, എന്ന് വെച്ചാൽ ഈർപ്പം കുറവാണ്, ചെറിയ കാറ്റുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 തൊട്ട് 10 ഡിഗ്രി വരെ പോകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ബിക്കാനീർ പോലുള്ള സ്ഥലങ്ങളിൽ അത് 0 ഡിഗ്രിക്ക് താഴെയും എത്താറ് ഉണ്ട്. ഇതാണ് കാലാവസ്ഥ. ഇനി ഡെസേർട്ടിനകത്ത് കാണപ്പെടുന്ന മണ്ണിൻ്റെ പേരാണ് ഡെസേർട്ട് സോയിൽ. അതായത് 3/4 ഭാഗവും മണലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ എന്താണ്, മണലിനോട് മിക്സ് ചെയ്ത് കുറച്ച് മണ്ണ് കിട്ടും. അതിനെയാണ് നമ്മൾ ഡെസേർട്ട് സോയിൽ അല്ലെങ്കിൽ എയറിഡ് സോയിൽ എന്ന് വിളിക്കുന്നത്. കമ്പോസ്റ്റ് മെയിൻലി ഓഫ് സാൻഡ്. ഈ പറയുന്ന മണ്ണിൻ്റെ പ്രത്യേകത നോക്കിയാൽ ആൽക്കലൈൻ ആണ്, സലൈനിറ്റി വളരെയധികം കൂടുതലാണ്. സഫീഷ്യൻറ്റ് ഇറിഗേഷൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ചെടികൾ വളർത്താൻ പറ്റുമെന്നേ ഉള്ളൂ. ഇനി ഇവിടെ കാണുന്ന ചെടികളെ പറ്റി പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഈ പറയുന്ന ഡ്രൈ ക്ലൈമറ്റിന് വേണ്ടിയിട്ടുള്ള മുൾച്ചെടികളും അതുപോലെ ഡ്രൗട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെടികൾ, എന്ന് വെച്ചാൽ വരൾച്ച അതിജീവിക്കാൻ പറ്റുന്ന നമ്മുടെ കള്ളിമുള്ള് പോലെയുള്ള, കാക്ടസ് പോലെയുള്ള ചെടികൾ, അക്കേഷ്യ, യൂഫോർബിയ, ഗം, ഇതുപോലെ ചെടികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അധികമായിട്ട് കാണപ്പെടുന്നത്. ഇത് മാത്രമേ ഈ എയർ ക്ലൈമറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് പോവുള്ളൂ. ഇനി ഇവിടുത്തെ മൃഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്കറിയാമല്ലോ, മരുഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ക്യാമല്, റെപ്റ്റൈൽസ്, സ്കോർപ്പിയൺസ്, മംഗൂസ്, റെഡ് ഫോക്സ്, ചിങ്കാര, ഇതുപോലെയുള്ള മൃഗങ്ങളാണ് കാണുന്നത്. ഇവരെല്ലാം പിക്ചേഴ്സൊക്കെ തന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നൊന്നും അധികം ചോദ്യം വരാൻ സാധ്യതയില്ല, എന്നാൽ നിങ്ങളൊന്ന് വായിച്ചു വിട്ടേക്കാം. ഇനി ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ സ്പാഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എന്ന് വെച്ചാൽ ഇവിടെ അധികം ആൾ താമസമൊന്നുമില്ല. കാരണം എന്താണ്, ഇവിടുത്തെ മോശം ക്ലൈമറ്റ് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇനി ഇവിടെ കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൊമേഴ്ഷ്യൽ സ്കെയിലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. ബജ്ര, ജോവർ, വീറ്റ്, കോൺ, മില്ലറ്റ്, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ പോലെയുള്ള ക്രോപ്സ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇനി പാസ്റ്ററലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ബാക്കി കൃഷിയല്ലാത്ത മറ്റ് ആൾക്കാരുടെ പ്രധാന തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിലിനെ റെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ മൃഗങ്ങളെ പരിപാലിക്കുക, അതിൻ്റെ പാല്, ഗോട്ട്, ബഫല്ലോ, ഷീപ്പ്, കൗ, ക്യാമൽ പോലെയുള്ള ജന്തുക്കളെ എന്ത് ചെയ്യുക, ഇവരെ വളർത്താറുണ്ട്. ഒയാസിസിനെ പറ്റി നമ്മൾ പഠിച്ചല്ലോ, അവിടെയൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, വളർത്താറ് ഉള്ളത്. മൊത്തം നമ്മുടെ ഇന്ത്യയിലെ 10% കാറ്റൽ പോപ്പുലേഷൻ ഉള്ളത് ഇവിടെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മൈനിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഖനനം. നമ്മൾ പറഞ്ഞു പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ ഒരു വെസ്റ്റ് പാർട്ട് എക്സ്റ്റൻഷനാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ മിനറൽസ് ഉണ്ടെങ്കിൽ ഇവിടെയും മിനറൽസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് മാർബിൾ എന്ന് പറയുന്നത്. മക്രാന മാർബിൾ എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ നിർമ്മിതിക്ക് വരെ കൊണ്ടുപോയത് ഇവിടുന്നാണ്. രാജസ്ഥാൻ മാർബിൾസ് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഇതല്ലാതെ ലെഡ്, സിങ്ക്, സിൽവർ, കോപ്പർ, ടങ്സ്റ്റൺ, മാംഗനീസ് പോലെയുള്ള മിനറലുകൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ജിപ്സം, ലിഗ്നൈറ്റ്, ലൈംസ്റ്റോൺ. അപ്പോൾ ഒരുപാട് മിനറൽസ് ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടുത്തെ ആൾക്കാരുടെ മറ്റൊരു തൊഴിലാണ് ഹാൻഡ് ക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങൾ ഒരുപാട് വളർത്തുന്നത് കൊണ്ട് തന്നെ ലെതറുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ ലെതറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിഷ്യൻസ് ഇവിടെ ഒരുപാടുണ്ട്. ലാമ്പ് ഷെയ്ഡ്, പൗച്ചസ്, സാൻഡൽസ്, എക്സെട്ര. അങ്ങനെ ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും എന്ത് ചെയ്യാറാണ് ഇവിടെ നിർമ്മിക്കാറ് ഉണ്ട്. നല്ല രീതിയിൽ കാറ്റടിക്കുന്ന, വെയിൽ കിട്ടുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 രീതിയിലുള്ള വിൻഡ് മില്ല് വഴിയുള്ള എനർജി ഇവിടെ എടുക്കാറുണ്ട്. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള സോളാർ പാനൽ വഴിയുള്ള എനർജിയും ഇവിടെ ജനറേറ്റ് ചെയ്യാറുണ്ട്. ഈ ജനറേറ്റ് ചെയ്യുന്ന എനർജിയിൽ കൂടുതലും ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് ടൂറിസമാണ്. അറിയാമല്ലോ, ഈ പറയുന്ന സ്ഥലത്ത് ആൾക്കാർ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയുള്ള ഹവാ മഹൽ, അജ്മീർ പള്ളി, അപ്പോൾ അതുപോലെ തന്നെ പല പല അമ്പലങ്ങൾ, പിന്നെ ഒരുപാട് വലിയ പണ്ട് രാജസ്ഥാനിൽ ഒരുപാട് രാജവംശങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ കൊട്ടാരങ്ങൾ, ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എന്താണ് കൺഫ്യൂഷൻ ഉള്ളതെന്ന്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.